വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇന്ന് മറ്റൊരു വിന്നിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇതിനൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചിരുന്നു ഒരു എമറാത്തി ഫെസ്റ്റിവൽ, ALHOSN എമറാത്തി ഫെസ്റ്റിവൽ, അതിൽ വിന്നറാവാൻ കഴിഞ്ഞ്. മാത്രമല്ല അടുത്ത അവരുടെ ഫെസ്റ്റിവലിൻ്റെ ജഡ്ജിങ് പാനലിൽ ഇടവും നേടിയിട്ടുണ്ട്. മൂന്നാമത്തെ, അതായത് ഫിനാലയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു ഫിഷിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഫിഷ് റോസ്റ്റ്, ഐക്കോറ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫിഷ് റോസ്റ്റാണ്. Fatma, she's a local from United Arab Emirates. Cecilia from Italy and India. Your name? Brigam Shahina from India. All the best, good luck and do your authentic Emirati food. I want to thank you and to be here in this competition and to show your skills, to show your what you're learning in your home, what you're learning in your kitchen, and it's really amazing things. So I want to thank you so much before I announce the winner, and I need all of you to just give a hand for all of them. So thank you again, and then we'll win the first prize, and he will be with us in the judging team next year, okay? And his name will be carving in ALHOSN festival. So the winner for tonight, I want to say, is big. ഷെഫ് മുസബെ അൽ കാബി, UAE ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഷെഫ്. അദ്ദേഹമായിരുന്നു അവിടുത്തെ ചീഫ് ജഡ്ജ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞതിലും മാത്രമല്ല, ഷെഫ് മുസബെ അൽ കാബിയോടൊപ്പം അടുത്ത ജഡ്ജിങ് പാനലിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞതും വളരെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ ഒരു വാർത്ത പല മാധ്യമങ്ങളിലും വന്ന് മലയാളികളായ ഒരുപാട് പേർ ആശംസകൾ അറിയിച്ചിരുന്നു. സ്വദേശിനി ബീഗം ഷാഹിന അബുദാബിയിലെ ALHOSN ഫെസ്റ്റിവലിനോട് ഭാഗമായി നടത്തിയ ഇമറാത്തി പാചക മത്സരത്തിലാണ് വിവിധ രാജ്യക്കാരെ പിന്നിലാക്കി ഷാഹിന മുന്നിലെത്തിയത്. അതിൻ്റെ ഫസ്റ്റ് റൗണ്ടായിട്ടുള്ള മജ്ബൂസിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ സെക്കൻഡ് റൗണ്ടിൽ ഖുബൂസ് സലോണ എന്നുള്ള ഒരു അറബിക് ചിക്കൻ കറിയുടെ റെസിപ്പിയും ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇതേ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. അങ്ങനെ 2 ലക്ഷം രൂപ സമ്മാനത്തുക കിട്ടാനിടയായ മീനിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരു വിന്നിങ് റെസിപ്പിക്ക് ആദ്യമായി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കിങ് ഫിഷാണ്, ഐക്കോറ. ഞാനിവിടെ 1 കിലോ കിങ് ഫിഷ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും മാരിനേഷൻ ചെയ്യണം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണ് ജീരകം, വലിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 3/4 ടീസ്പൂണോളം ക്രഷ് ചെയ്ത ചില്ലി, 2 ടീസ്പൂണ് വിനാഗിരിയും 1 ടീസ്പൂണ് അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അരിപ്പൊടി ചേർക്കുന്നത് മീൻ പൊട്ടിപ്പോവാണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ മസാലകളും മീനിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് മാരിനേഷൻ ചെയ്ത് കുറച്ച് നേരം വെക്കുക. ശേഷം നമ്മുടെ ഗ്രിൽ പാൻ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഐക്കോറ നമ്മൾ പൊരിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കണം. അല്ലാണ്ട് കുറച്ച് പൊരിച്ചെടുത്തിട്ട് അല്ല പകുതി വേവാക്കുക അങ്ങനെയല്ല.
നന്നായിട്ടൊന്ന് മുരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു ഭാഗമായിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ സംഭവം പെട്ടെന്ന് തന്നെ ആവും. കിങ് ഫിഷ് എന്ന് പറയുമ്പോൾ അത്ര സ്ലൈസിൽ തിൻ സ്ലൈസസ് ആയിട്ടല്ലേ കട്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അത് വറുത്ത് കോരാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ പൊരിച്ച ഓയിൽ തന്നെ, നമ്മൾ മീൻ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഓയിൽ തന്നെ നമ്മൾ ഉള്ളി, ഞാനിവിടെ ഒരു 4 ഉള്ളി വലിയ ഉള്ളി യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്തിട്ട് സോട്ട് ചെയ്യുക. 4 തക്കാളി വെള്ളത്തിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് അരച്ചെടുത്തതാണ് ഇത്. ചെറിയ 4 തക്കാളിയാണ് കേട്ടോ. അതും കൂടെ ഈ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും വഴറ്റിയതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ കൊടുക്കുന്നത് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ ഒരിത്തിരി പുളിവെള്ളം, വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഞാനന്ന് ടെൻഷൻ അടിച്ചിട്ടാണ് ചേർത്തിരുന്നത്, കാരണം അറബ്സിന് പുളി അധികം ഇഷ്ടമല്ലല്ലോ. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർത്തിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ജീരകവും ഉലുവ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് കറിവേപ്പില വറുത്തെടുക്കുക. അതുപോലെ തന്നെ 1 ഉള്ളി വലിയ ഉള്ളി വറുത്ത് കോരുക. അങ്ങനെ ആ വറുത്തെടുത്ത കറിവേപ്പിലയുടെയും അത് രണ്ടും കൂടെ ഉള്ളിയും വറുത്തെടുത്ത ഉള്ളിയും അത് രണ്ടും കൂടെ ഒരുമിച്ച് പേസ്റ്റാക്കിയ ആ പേസ്റ്റ് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഐക്കോറ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ ഉഷാറായി. അങ്ങനെ നമ്മുടെ കിടിലനായിട്ടായിട്ടുള്ള ഈ ഒരു ഫിഷ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി, ഈ ഒരു വിന്നിങ് റെസിപ്പി ടേസ്റ്റ് ചെയ്യാൻ എത്തിയിട്ടുള്ളത് എൻ്റെ മറ്റൊരു ഫ്രണ്ടായിട്ടുള്ള ഓഫിയ ആൻഡ് ഫാമിലിയാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് റെസിപ്പി വിന്നിങ് റെസിപ്പിയുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.